ജമാഅത്തെ ഇസ്ലാമിന്റെ ഞങ്ങൾ മേടിക്കുമെന്ന് പറഞ്ഞാൽ മതി. ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് മേടിക്കും, ഞങ്ങൾക്ക് ഇങ്ങനെ വർഗീയ കക്ഷികൾ എന്ന് പറഞ്ഞാൽ വേർതിരിവൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്നു പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. അത് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഇവിടെ സംബന്ധിച്ച പ്രശ്നമുള്ളൂ. ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ IS-ന്റെ ഞങ്ങൾ ഘട്ടഘട്ടമായി ഞങ്ങൾ നന്നാകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എടുക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അതിന് പറഞ്ഞാൽ ഇതിന് ഉത്തരവായി. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഉത്തരവ് മാനസാന്തരപ്പെട്ട് വരുന്നവർക്ക് ആരെങ്കിലും വേണ്ടേ? അല്ല, വേണം മാനസാന്തരപ്പെട്ടവർക്ക് വേണം. അത് കോൺഗ്രസ് തന്നെ വേണം താനും, അതില്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം അവിടെ ജയിക്കണമല്ലോ, നിലമ്പൂർ ജയിക്കണമല്ലോ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിലും കുഴപ്പമില്ല, SDP ആയാലും കുഴപ്പമില്ല, ഇനി വെൽഫെയർ പാർട്ടി ആയാലും കുഴപ്പമില്ല, ഈ പറഞ്ഞ PDP ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ജയിക്കണം. അവിടെ എന്താണ് അവിടെയുള്ളത് 40% മുസ്ലിം ഭൂരിപക്ഷമാണ്. അതിൽ ഒരു വോട്ട് പോലും ചോരാൻ പാടില്ല, വോട്ട് മുഴുവൻ വേണം. അത് വർഗീയവാദി ആയാലും കുഴപ്പമില്ല, വർഗീയവാദി അല്ലെങ്കിൽ കുഴപ്പമില്ല, അത് നിലപാടെടുത്താൽ അത് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി കോൺഗ്രസ് പറഞ്ഞാൽ ആ പറയുന്ന പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കാര്യം ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അറിയോ? വർഗീയവാദികളുടെ ഒരു വോട്ട് പോലും വേണ്ട, വർഗീയ പ്രസ്ഥാനങ്ങളുടെ ഒരു വോട്ട് വേണ്ടല്ല. അത് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ വർഗീയവാദിയായി ഞങ്ങൾ കണക്കാക്കുന്നു പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ട് അവിടെ. അതാരാണ്? അത് സ്വരാജാണ്. വേറൊരു സ്ഥാനാർത്ഥിയും പറയുന്നത് ഞാൻ അവിടെ കേട്ടിട്ടില്ല. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞ ഏക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്വരാജാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വോട്ട് വേണ്ട, അത് തീരുമാനിച്ച് തോക്കുകയാണെങ്കിൽ തോറ്റോടെ ഞാൻ ഈ കോൺഗ്രസിനെ വിട്ടു കേട്ടോ. കോൺഗ്രസിനെ വിട്ടു. ഈ കാര്യത്തിലൊന്നും നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല. ഘട്ടം ഘട്ടമായിട്ട് എന്താണ് നിലപാട് സ്വീകരിച്ച് വന്ന തീവ്രവാദ സംഘടന എടുക്കാമെന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ കോൺഗ്രസിൽ വേറെ UDF വേറെ ഘടകകക്ഷിയിലുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അവിടെ മുസ്ലിം ലീഗ് ഉണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായം ഇത് തന്നെയാണോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്.